അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. അത് ശരി. സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ വാർഡ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തി ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ലീഗിൽ പോയത് രണ്ടാമത്തെ അവരുടെ കൺസേൺ ആണ്. അവരുടെ പ്രശ്നം പൊന്നാനി പോകേണ്ടി വരുന്നു. അതൊക്കെ നമ്മൾ നിരവധി ഇപ്പോഴും ചോദ്യം നേരിടുന്നുണ്ട്. പൊന്നാനി പോയോ, ലീഗിൻ്റെ ശമ്പളം വന്നോ ഈ മാസത്തെ, എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിടാറുണ്ട്. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, അതിനുശേഷം വിവാഹം കഴിച്ചു. അപ്പം അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനില്ല. അത് തന്നെ അവർക്ക് അത്ഭുതം. മുസ്ലിം ലീഗ് അതിനെക്കാട്ടി അത്ഭുതം. ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞു നമ്മുടെ പാർട്ടി വിട്ട് ഒരു കാര്യം വേണ്ട. അപ്പം അവള് നമ്മുടെ പാർട്ടി എന്നൊക്കെ പറയുമ്പം എനിക്കുണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര സന്തോഷം. ഒരു പാർട്ടിയായി മാറി. അത് വലിയ സംഭവമാണ്. അപ്പോൾ നിതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എത്തിസ്റ്റ് ആയിരുന്നോ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വന്നതിന് ശേഷം വിശ്വാസപരമായിട്ടുള്ള ഒരു അവസ്ഥ? ഞാൻ ദൈവവിശ്വാസി ആയിരുന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് സങ്കടകരമായ കാര്യം എന്ന് പറയുമ്പോൾ അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്ന് നമുക്ക് കുറി തൊട്ട് വരുമ്പം നമ്മൾ നൈസായിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു കളയായിരുന്നു. കാരണം നമുക്കതൊരു ഷെയിമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട നിതിൻ കിഷോറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായിട്ട് പോകുന്നു. എന്താ വിശേഷം? നിങ്ങളുടെ പരിപാടികളൊക്കെ ഗംഭീരമായി പോകുന്നു, കാണാറുണ്ട്. വളരെ ശ്രദ്ധിക്കുന്ന പ്രോഗ്രാമാണ്. അടുത്തിടെ നടന്ന 2-3 ബ്രോഡ്കാസ്റ്റ് ഞാൻ കണ്ടു പേഴ്സണലായിട്ട്. അതല്ലേ, ആദ്യം തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള വലിയ സന്തോഷം പങ്കുവെക്കുന്നു. നമുക്ക് നിതിൻ്റെ നാട്, കുടുംബം, അതൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു നാടാണ്. എല്ലാവരെയും പോലെ ജനിച്ച നാട് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ. പത്തനംതിട്ട ജില്ലയിലാണ്. മലയോര ഒരു കുടിയേറ്റ കർഷക മേഖലയാണ്. ശബരിമലയ്ക്കും ഗവിക്കും ഒക്കെ അടുത്തുള്ള പ്രദേശമാണ്. ചിറ്റാർ എന്നാണ് നാടിൻ്റെ നാട്. എൻ്റെ വീട്ടിൽ അമ്മ, സഹോദരി, കുടുംബം എന്ന് പറയുമ്പോൾ വൈഫ്, 2 ആൺകുട്ടികൾ ഇതടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. ഫാദർ വളരെ നേരത്തെ മരണപ്പെട്ടു. അതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. വളരെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കുടുംബവും എൻ്റെ പ്രദേശം, ഞാൻ വരുന്ന കമ്മ്യൂണിറ്റിയൊക്കെ ഇടതുപക്ഷത്തോട് വർഷങ്ങളായി ചേർന്ന് നിൽക്കുന്ന പാരമ്പര്യമായ ഇടതുപക്ഷ ചായ്വുള്ള അനുഭാവികളും നേതാക്കന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബവും ഒരു നാടുമാണ് എൻ്റേത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. SFIയുടെ പ്രവർത്തകനായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ. സ്കൂൾ കാലം മുതൽ അങ്ങനെയാണ്? അതെ, ഞാൻ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന SFIയുടെ സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ്. വളരെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടത്തെ വളരെ ആവേശത്തോടെ ഇപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. SFIയിലൂടെയാണ് സംഘടനാ രംഗത്ത് ആരംഭിച്ചതെങ്കിലും പിന്നീട് വളരെയധികം യോജിപ്പുകളും രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും. കോളേജ് കാലവും SFIയുടെ കൂടെ തന്നെയാണ്? അതെ, കോളേജിൽ SFI യൂണിയൻ ചെയർമാനായിരുന്നു. യൂണിയൻ ചെയർമാനായിരുന്നു. UUC ആയിരുന്നു. അതെ അതെ. യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായിരുന്നു അല്ലേ? SFIയിൽ വലിയ പദവികളൊക്കെ വഹിച്ച ആളാണ്. അതെ, SFIയിൽ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു. ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു SFIയുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാ ഭാരവാഹിയായിട്ടുണ്ട്. അതെ അതെ. SFI എതിരഭിപ്രായങ്ങളുള്ളപ്പോഴും SFI ആണ് നമ്മളെ മോൾഡ് ചെയ്തെടുത്തത്. സംഘടനാ പ്രവർത്തനം പഠിപ്പിച്ചതും പൊതുപ്രവർത്തകനും നമ്മൾ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തുടക്കം കിട്ടുന്നത് SFI ആണ്. അങ്ങനെ SFIയിലൂടെയാണ് സംഘടനാ രംഗത്ത് എത്തുന്നത്. പിന്നീട് നാട്ടിലും DYFIയിലും CPMൻ്റെ പ്രവർത്തകനൊക്കെ ആയിരുന്നു. പഠനം എവിടെയായിരുന്നു? പത്തനംതിട്ട കാതോലിക് കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയത്. പിന്നീട് വിവാഹത്തിനൊക്കെ ശേഷം, കുട്ടികളൊക്കെ ആയതിനു ശേഷം എറണാകുളം ലോ കോളേജിൽ LLBക്ക് ചേർന്നെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ സമയത്ത് നാട്ടിൽ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. ചിറ്റാർ ഗ്രാമപഞ്ചായത്ത്. ചിറ്റാറും എറണാകുളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിപ്പോയി. എങ്ങനെയാണ് മത്സരരംഗത്തേക്കൊക്കെ വരുന്നത്? എങ്ങനെയാണ്? ഞാൻ DYFIയുടെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ താമസിക്കുന്ന വാർഡ് ആ സമയത്ത് റിസർവേഷൻ വാർഡായിരുന്നു. CPM മാത്രം ജയിക്കുന്ന വാർഡാണ്. എങ്കിലും മറ്റേ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജനറൽ സീറ്റിലാണ് പരിഗണിച്ചത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. അത് ശരി. പിന്നീട് വലിയൊരു ഒരു സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ വാർഡ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തി ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 പതിറ്റാണ്ടിന് ശേഷം മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ച് ജയിച്ചു.
ഇത്തവണ അതെ, മുസ്ലിം നമ്മൾ ആ ലീഗ് സീറ്റ് തിരിച്ച് പാർട്ടിക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് SFI പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത ആളാണ് നിതിൻ കിഷോർ എന്ന് പറയുന്ന വ്യക്തി. എവിടെ വെച്ചാണ് SFIയുമായിട്ട് ഒരു അകലം വരുന്നത്? മുസ്ലിം ലീഗിലേക്കുള്ള ഒരു ആകർഷണീയ ഘടകം എന്തൊക്കെയായിരുന്നു? അത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ജീവിത കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ലോക്ക്ഡാണ്. പ്രത്യേകിച്ച് പാർട്ടി, രക്തസാക്ഷികൾ അതെ, ഒക്കെ അതൊരു ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അതുണ്ടാകും. അത് വിട്ടുപോകുക എന്നുള്ളത് കൾച്ചറും കൂടിയാണല്ലോ. അതെ കൾച്ചറാണ്. പ്രത്യേകിച്ച് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളെന്ന രീതിയിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ അറിയുന്നവരെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്ന ആ സമയത്ത് വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഇടതുപക്ഷത്തിന് പിന്നീട് ഞാനുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ടുള്ള ലീഗിലാണ്. ലീഗിലും അത്തരത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം പാർട്ടിയായിട്ടുള്ള ഒരുപാട് കേഡേഴ്സുള്ള പാർട്ടി. അതെ, അപ്പോൾ അത് വിട്ടുപോകുക എന്ന് പറയുന്നത് വളരെ മാനസിക വേദന ഉണ്ടാക്കുന്നൊരു ലൈഫിൽ പ്രധാനപ്പെട്ടൊരു ഘടകമായിരുന്നു. വളരെ വേദന ഉണ്ടാക്കിയതാണ്. പക്ഷേ CPMമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്ത ഒരുപാട് ഘടകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. പ്രാദേശികമായ വിഷയങ്ങളുണ്ടായി. പിന്നെ ആശയപരമായി നമ്മൾ അല്പം കൂടെ നമ്മൾ ചോദ്യം ചെയ്യുകയും ഒരു ധിക്കാര സ്വഭാവവും ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കേഡറായിരുന്നു CPMനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അനിഷ്ടത്തിനൊക്കെ വഴിവെക്കുകയും ഒക്കെ സംഭവിച്ചു. പിന്നീട് CPMൻ്റെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് തന്നെ CPMൽ നിന്ന് പുറത്തുപോയി. അത് ശരിയാണ്. ഒരു വർഷം മാത്രമാണ് CPMനകത്ത് CPM അംഗമായിട്ട് തുടരാൻ സാധിച്ചത്. അവിടെ പ്രാദേശികമായി ഉണ്ടായ ഒരു ഖനനം, ഒരു പാറമടയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് CPMമായിട്ട് തെറ്റുകയും പുറത്തു പോവുകയും ചെയ്തു. പിന്നീട് കേരളത്തിലെ പാർട്ടിക്കകത്തെ അനീതികളെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യേണ്ടി വന്നു. പാർട്ടിയെ നമ്മൾ ഈ പാർട്ടി CPMൻ്റെ ഒരു പ്രത്യേകത, പാർട്ടി തീരുമാനമാണ്, പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിന് പിന്നിലൊരു വ്യക്തി താല്പര്യമായിരിക്കും. സ്വാഭാവികം. അതൊരു മിഷനറി അല്ലല്ലോ, ഒരു മിഷൻ അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുന്ന് നമ്മൾ കുറേ മനുഷ്യരാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ്റെ അമിതമായ താല്പര്യമാണ് പാർട്ടി തീരുമാനം, പാർട്ടി നയം എന്ന രീതിയിൽ താഴേക്ക് വരുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഇമോഷണലി ആ ലോക്ക്ഡ്, ആ ഡിസിപ്ലിനൊക്കെ കാണിക്കുന്നവർക്ക് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അല്ലാത്തൊരാൾക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പിന്നീട് നിരന്തരമായി CPMോട് ആശയപരമായ സംവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ഘട്ടത്തിൽ മുതൽ CPM പാർട്ടിയുടെ സംസ്കാരത്തിനും ആശയത്തിനും വിരുദ്ധമായിട്ട് പാർട്ടി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നി. ആ ഘട്ടം മുതൽ നമുക്കറിയാലോ, ഈ കഴിഞ്ഞ 10-15 വർഷത്തിനകത്ത് CPMനകത്തുണ്ടായ നയപരമായ വ്യതിയാനങ്ങൾ, CPM സാമൂഹ്യനീതിയെ, പ്രത്യേകിച്ച് സംവരണത്തെ ഒക്കെ നോക്കിക്കാണുന്ന രീതി, അത് ഇന്ത്യയിലെ സവർണ ജാതി പ്രസ്ഥാനങ്ങളും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളും സമീപിക്കുന്ന രീതിയിലാണ് സാമൂഹ്യനീതിയെ CPM നോക്കിക്കാണുന്നത്. അത് ചിന്തിക്കുന്ന തലമുറയ്ക്ക്, ഞാൻ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ദളിത് ആക്ടിവിസ്റ്റുകൾ, ചെറുപ്പക്കാർ, ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരടക്കമുള്ള നിരവധി പേരുകൾ, അവർക്ക് അതിനകത്ത് വിയോജിപ്പുണ്ടാവുകയും അവർ CPMോട് മാനസികമായിട്ട് അകലുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് വരുന്നിട്ടുണ്ടാവുള്ളൂ. എങ്കിലും അത് താഴെത്തട്ടിലൊക്കെ വലിയൊരു ജീർണാവസ്ഥ CPMനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് CPMന് തിരിച്ചറിയാൻ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥയാണത്. കാരണം ഇത്തരം വിയോജിപ്പുകളിലൂടെ ആളുകൾ അവർ രേഖപ്പെടുത്തുന്നത് അവർ വോട്ടാണല്ലോ, അവർ വിയോജിപ്പ്. പ്രത്യേകിച്ച് CPM പോലൊരു പ്രസ്ഥാനത്തോട് താഴെത്തട്ടിൽ പ്രത്യക്ഷമായി എതിർക്കാനും നേരിടാനും ചോദ്യം ചെയ്യാനുമുള്ള ആത്മധൈര്യമില്ലാത്ത മനുഷ്യരുണ്ട്. അവർ വിയോജിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പോലും ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന രീതിയിലാണ് CPM വിലയിരുത്തുന്നത്. അങ്ങനെ ആ ഘട്ടത്തിൽ പൂർണ്ണമായും CPMമായിട്ട് ഡിറ്റാച്ച്ഡായി. ശേഷം ഞാൻ ആ സമയത്തൊക്കെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ, ദളിത്, ആദിവാസി പ്രശ്നങ്ങളും. ഏത് കാലഘട്ടമാണിത്? അത് 2015 ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പം അതോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും നവജനാധിപത്യ സമരങ്ങളോടും അങ്ങനെ ഒരു കോമൺ കോസ്, ഒരു ന്യൂനപക്ഷ ചില കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ കൃത്യമായ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് പാർട്ടി എന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തവും CPM അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി സ്വീകരിക്കുന്ന അടവ് നയമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ രൂപം കൊണ്ടതും താഴെത്തട്ടി പ്രവർത്തിച്ചു വന്നതും ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി
തൊഴിലാളികൾ, കർഷകർ എന്നൊക്കെ പറയുമ്പോൾ പോലും വിശാല അർത്ഥത്തിൽ ഇവിടുത്തെ അടിസ്ഥാന ജനതയാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതെ അതെ. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ സി പി എം പ്രവർത്തിക്കുമ്പോൾ DYFI പ്രവർത്തിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത്, മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരം ഉണ്ടാവും. ഇറാഖിനും ഗൾഫ് രാജ്യത്തിന് നേരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെയുള്ള സമര പരിപാടികൾ. ഇപ്പോൾ യാസർ അറാഫത്തിൻ്റെ ചിത്രമില്ലാത്ത ഒരു സമ്മേളന ഫ്ലെക്സും പോസ്റ്ററും ഒന്നും ആ കാലത്ത് DYFIക്ക് ഇല്ല. അതെ പക്ഷെങ്കിൽ CPM അത്തരം നയങ്ങളാണെങ്കിൽ പോലും നമുക്കിപ്പോൾ അറിയാം, ഇപ്പം പലസ്തീൻ വിഷയത്തിൽ CPM അതേ നയം സ്വീകരിക്കുന്ന സൈബർ സഖാക്കൾ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണെങ്കിൽ വ്യാപകമായി അവർ സൈബർ ആക്രമണത്തിന് ഇരയാവും. അതെ അതെ. അത് ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് CPM തന്നെ സഖാക്കളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം അതിലവർക്ക് പ്രശ്നമില്ല. അതായത് ഈ CPM നേതൃത്വത്തിന് അത് പ്രശ്നമില്ല. അപ്പം നയപരമായി ഇത്തരം കടുംപിടുത്തങ്ങളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ ആ കോറിൽ നിന്ന് അവർ എപ്പോഴോ ഡിസ്പ്ലേസ് ആയി പോയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ CPM നിയന്ത്രിച്ചാൽ ശരിയാക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് CPM നേരിടുന്ന പ്രശ്നങ്ങൾ പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് ആശയത്തിനപ്പുറം ഒരാൾ കൂട്ട വികാരത്തിലേക്ക് പോകുന്നുണ്ട്. വികാരത്തിലേക്ക് പോവുകയും വ്യക്തികേന്ദ്രിതമായി ആരാധനാ ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അടക്കം പാർട്ടി പരിപാടികളടക്കം ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്ക് വിചാരിച്ചാലും തിരുത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള അപജയത്തിലേക്ക് CPM രീതികൾ മാറി. പണ്ടെന്ന് പറയുമ്പം ഒരു ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടുമ്പോൾ പോലും ഭരണകൂടം CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല എന്നൊരു നിലപാടുണ്ടായിരുന്നു. നമ്മൾ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു, ഒരു സർക്കാരിന് രൂപം കൊടുക്കുന്നു. അത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിധേയപ്പെടുന്ന സർക്കാരായിരിക്കണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ വീഴ്ചകളെ ഓൺ ചെയ്യാറില്ല. ഗോവിന്ദ മാഷടക്ക് പറയാറുണ്ട്. ഓൺ ചെയ്യാറില്ല. പക്ഷേങ്കിൽ ഇപ്പോഴങ്ങനല്ലോ. ഇപ്പം പോലീസിൻ്റെ സർക്കാർ പാർട്ടിയുടേതല്ല. അല്ല, അത് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാസ്റ്റർ അത് ഉപയോഗിക്കുന്നത്. ഗോവിന്ദ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ അത് ഉപയോഗിക്കൂ. അല്ലാത്ത സമയത്ത് സർക്കാരിൻ്റെ വീഴ്ചകളെ, അട്രോസിറ്റികളെ എല്ലാം ന്യായീകരിക്കും. അങ്ങനെ ന്യായീകരിക്കാൻ പാടില്ലല്ലോ. സർക്കാർ CPM അല്ലെങ്കിൽ പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയാണെന്ന് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഗോവിന്ദ മാസ്റ്റർ. CPM സംസ്ഥാന പഠന സ്കൂളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഗോവിന്ദ മാസ്റ്റർ അതിനകത്ത് അധ്യാപകനായിരുന്നു. അപ്പം പോലീസിന് CPM മാത്രമായി ഒരു സർക്കാരുണ്ടായാലും പോലീസിനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിലയിരുത്തുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയായിട്ടാണ്. പക്ഷേ ആ പോലീസിൻ്റെ അട്രോസിറ്റിയെ, ലോക്കപ്പ് മർദ്ദനങ്ങളെ, കൊലപാതകങ്ങളെ ഒക്കെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറിപ്പോയി എന്നൊരു സങ്കടകരമായ അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ CPM നിന്ന് വഴിമാറിപ്പോകുന്ന പലരും ഒന്നുകിൽ CPIയിലേക്ക് പോകും, അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ഇടത് ചായ്വുള്ള സംഘടനകളിലേക്ക് പോകും, അതല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിലേക്ക് പോകും. നിതിൻ പക്ഷേ തിരഞ്ഞെടുത്തത് വ്യത്യസ്തമായൊരു വഴിയാണ്, മുസ്ലിം ലീഗ് എന്നൊരു വഴി. അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതെ, മുസ്ലിം ലീഗ് എനിക്കൊക്കെ ഓർമ്മ വരുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മുസ്ലിം ലീഗ് അത്ര പരിചിതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലല്ല ഞാൻ ജനിച്ചതും ജീവിച്ചതൊന്നും. എൻ്റെ ബന്ധുക്കളിലോ എൻ്റെ സുഹൃത്തുക്കളിലോ ഒന്നും പോലും മുസ്ലിം ലീഗുകാരായ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ CPM വിട്ട സമയത്ത് എനിക്ക് രാജ്യത്തെ മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയും ദളിത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അത് ഭാഗമായിട്ട് ഞാൻ വളരെയധികം കുറേ നാൾ ഞാൻ പൊതുപ്രവർത്തനത്തിലുണ്ടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. യോജിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളുമായി യോജിക്കുകയും ആ സമയത്ത് പൗരത്വ വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയൊക്കെ ചെയ്ത് നിരവധിയായ സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് എത്തിപ്പെടുത്ത എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഷിബു മീരാൻ അടക്കമുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഷിബുവായിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ വളരെ രീതിയിൽ മറ്റൊരാളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിയോജിപ്പുകൾ പങ്കുവെക്കുമായിരുന്നു. ലീഗിൻ്റെ കാര്യങ്ങൾ ഷിബു അവതരിപ്പിക്കുമ്പോൾ വലിയ രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുകയും ഞാൻ പരിഹസിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ സംവാദാത്മകമായ സൗഹൃദമായിരുന്നു ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നത്. ക്രമേണ മുസ്ലിം ലീഗിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ കൂടുതൽ അത്തരം ഒരു നിലപാട് മുസ്ലിം ലീഗ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യയിൽ ഒരു മൈനോറിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം ഒരു സമുദായ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വീകരിക്കേണ്ടത് എന്നൊരു ബോധ്യമാണ് ആദ്യം എനിക്കുണ്ടായത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്, രാജ്യം വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ
ഈ വൈവിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്. അതെ. വളരെ നിരവധിയായ ജാതി, മത, സാമുദായിക, പ്രാദേശിക, ഭാഷാ വ്യത്യാസങ്ങളുണ്ട്. അത്തരമൊരു വളരെ കാണുമ്പോൾ മനോഹരവും എങ്കിൽ താഴെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഒരു പിന്നെ സ്ട്രക്ചറുള്ളൊരു സൊസൈറ്റിയിൽ ലീഗ് എടുക്കുന്ന നിലപാടുകളാണ് സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടും പ്രായോഗികതയോടും ചേർന്ന് നിൽക്കുന്നെന്നുള്ളൊരു ബോധ്യമാണ് ലീഗിലേക്ക് എന്നെ പ്രാഥമികമായിട്ട് അടുപ്പിച്ചത്. പിന്നീട് ലീഗിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ് ലീഗിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ, അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം വായിച്ചു, മനസ്സിലാക്കി, സംസാരിച്ചു. ഞാൻ ആരെ കിട്ടിയാലും വളരെയേറെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പം വിവിധങ്ങളായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്, ലീഗിനോട് ആശയപരമായ എതിർപ്പുള്ളവരുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എൻ്റെ ലീഗ് സുഹൃത്തുക്കളോടും ലീഗ് വിട്ടുപോയ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ CPMൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും എല്ലാവരോടും സംഭവിച്ചതിന് ശേഷമാണ് ലീഗിലേക്ക് വരാൻ. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ. പ്രത്യേകിച്ച് അറിയാമല്ലോ, നമ്മൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ലീഗിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യക്ഷത്തിൽ അത് പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെയേറെ പിന്നെ ചോദ്യങ്ങൾ, ഈ പറഞ്ഞ കൺഫ്യൂഷനുകൾ, ആൾക്കാരുടെ ചോദ്യങ്ങൾ അത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതായത് ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലബാറിലുള്ള ആളുകൾ മുസ്ലിം ലീഗ് പരിചിതമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ നേരത്തെ നിതിൻ തന്നെ പറഞ്ഞു, ഞാൻ അത്ര പരിചിതമായിരുന്നില്ല ഈ പാർട്ടി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ എന്തോ ഒരു അപരിചിത വസ്തുവായിട്ടും വർഗീയ പ്രസ്ഥാനം ആയിട്ടൊക്കെയാണ് കൂടുതലും നിങ്ങളുടെയൊക്കെ പ്രദേശത്തുള്ള ആളുകൾ കാണുന്നത്. അവിടെ നിന്നാണ് നിതിൻ കിഷോർ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ലീഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം ഒരു പ്രശ്നമാണ്. കുടുംബത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും, സുഹൃത്തുക്കളിൽ നിന്ന് ചോദ്യങ്ങൾ വരും, സമുദായത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് എന്നെ അറിയുന്നവർ, നമ്മളൊരു ഓർമ്മ സ്കൂൾ കാലഘട്ടം മുതലേ എൻ്റെ പരിചയം, എൻ്റെ അഡ്രസ്സ് അതാണല്ലോ. അപ്പം വിദേശത്തുള്ള, ഇപ്പം കാനഡയിലും UK പഠിക്കുന്ന എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇതറിഞ്ഞ് ഭയങ്കര അത്ഭുതത്തോടെ എന്നെ ഫോൺ ചെയ്യുകയും, നീ എങ്ങനെ അവർ ലീഗിൽ പോയത് രണ്ടാമത്തെ അവരുടെ കൺസേൺ ആണ്. അവരുടെ പ്രശ്നം അതൊക്കെ നമ്മൾ നിരവധി ഇപ്പോഴും ചോദ്യം നേരിടുന്നുണ്ട്. പൊന്നാനി പോയോ, ലീഗിൻ്റെ ശമ്പളം വന്നോ ഈ മാസത്തെ, എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിടാറുണ്ട്. അപ്പം അവർക്ക് CPM ഞാൻ വിട്ടത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഒരിക്കലും നമ്മൾ CPM വിട്ടൊരു ജീവിതം ഉണ്ടാകുന്ന അവർ പ്രതീക്ഷിക്കുന്നില്ല. CPM വിട്ടതിന് ശേഷം നമ്മൾ ലീഗിൽ എന്തിനു ചേർന്നു എന്നുള്ള ചോദ്യം ആ കാലം മുതൽ ഇന്ന് വരെ അത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ, നേതാക്കന്മാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്, ലൈഫിൽ ഒരുപാട് നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ ലൈഫിൽ വന്നു പോകും ഒരു വ്യക്തി എന്ന രീതിയിൽ. ഞാൻ ഒരിക്കലും ഇനി നാളെ ആണെങ്കിലും ദുഃഖിക്കാൻ ഇടയില്ലാത്തൊരു തീരുമാനം എടുത്ത് റൈറ്റ് ഡിസിഷൻ ലീഗിൻ്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വളരെ എല്ലാവരും കാണുമല്ലോ സമൂഹത്തിൽ കുറച്ച് പേര് പരിഹസിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി ഒരിക്കൽ പോലും എന്നെ നിരുത്സാഹപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ ഫാമിലിയിൽ CPMൻ്റെ നേതാക്കന്മാരുണ്ട്, വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ഫാമിലി. ഒരിക്കൽ പോലും അവരെന്നെ നിരുത്സാഹപ്പെടുത്തുകയോ എൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നു. പ്രത്യേകിച്ച് അമ്മ, വൈഫ്, പെങ്ങളൊക്കെ. വൈഫ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജനിച്ച് അവരൊരു ഒരു ഒരു സവർണ്ണ കുടുംബ പശ്ചാത്തലമുള്ള ഒരു ലേഡിയാണ്. അപ്പം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, അതിനുശേഷം വിവാഹം കഴിച്ചു. അപ്പം അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനില്ല, അത് തന്നെ അവർക്ക് അത്ഭുതം. മുസ്ലിം ലീഗ് അതിനെക്കാട്ടി അത്ഭുതം. അപ്പം പക്ഷേ ഒരിക്കൽ പോലും എന്നെ അങ്ങനെ ചോദ്യം ചെയ്യുകയോ അത് വേണ്ട എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ വളരെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരൊക്കെ ലീഗിനെ മനസ്സിലാക്കാനും ലീഗ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെന്നും ഇങ്ങനെയാണ് അതിൻ്റെ ഐഡിയോളജി എന്നും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് സാധിച്ചു. അവരിലൊരു മാറ്റം ഉണ്ടായി. ഞാൻ തിരിച്ച് നടക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് എനിക്ക് ചേർന്ന് നിന്നവർക്കിടയിൽ ഒരു പോസിറ്റീവായ മാറ്റം ഉണ്ടായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പം ഞാൻ വൈകിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ എന്താണ് ഇവരുടെ ഒരു റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടി ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞു, നമ്മുടെ പാർട്ടി വിട്ട് ഒരു കാര്യം വേണ്ട. അപ്പം അവൾ നമ്മുടെ പാർട്ടി എന്നൊക്കെ പറയുമ്പം എനിക്കുണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര സന്തോഷം. ഒരു പാർട്ടിയായി മാറി. വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് ഭയങ്കര ഓഫർ വരുമ്പം
വൈഫിനകത്ത് കൺഫ്യൂഷനില്ല. ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പാർലമെൻ്ററി വ്യാമോഹവും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ ഉള്ളിൽ ചിലപ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാവും. പക്ഷെ അത് കേട്ട ഒരു സാധാരണ ഒരു 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 പെൺകുട്ടി അവർ എൻ്റെ കൂടെ നടന്ന് മാത്രം ലീഗിനെ പരിചയപ്പെട്ടോളും. പെട്ടെന്ന് നമ്മുടെ പാർട്ടിയെ വിട്ടൊരു കാര്യവും നമുക്ക് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് അവർക്കൊരു മാറ്റം ഉണ്ടായി. അതാണ് ഞാൻ കാണുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. ഒരാളിപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൽ ചേർന്നു എന്നൊരു ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തരം എങ്ങനെയായിരിക്കും? മുസ്ലിം ലീഗ് എല്ലാവരുടെയും പാർട്ടിയാണെന്നുള്ളതാണ് പെട്ടെന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് ചേർന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ കാരണം അതൊരു പിന്നെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമുദായിക പാർട്ടിയാണ്. യാഥാർത്ഥ്യമാണ്. അത് പേരിൽ മുസ്ലിമുണ്ട്, പച്ചക്കൊടിയാണ്. ഇതെല്ലാം പറയുമ്പോഴും മുസ്ലിം ലീഗ് ആ ഐഡൻറ്റിറ്റി ആയിട്ട് ഇവിടെ എത്രയോ കാലങ്ങളായി പതിറ്റാണ്ടുകൾ തുടരുന്നു എന്നുള്ളതാണ്. അതെ. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും മറ്റേതെങ്കിലും ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ പിന്നെ അവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെ അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ലീഗിന് അവസരം ലഭിക്കുമ്പോഴൊക്കെ ഈ നാട്ടിലെ എല്ലാ സമുദായ സംഘടനകളെയും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചൊരു പാർട്ടിയാണ്. അതെ. ഇപ്പം ഞാൻ എസ്.എഫ്.ഐയിലുള്ള സമയത്ത് ഞങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസം കോഴിക്കോട്ടെ കോയമാർക്കും സമസ്ത കേരള നായന്മാർക്കും വീതം വെച്ച് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ സമരം നയിച്ചിട്ടുണ്ട്. അപ്പം ഈ പിന്നെ ലീഗ് അധികാരത്തിൽ വന്ന ലീഗിന് മാത്രമായി പിന്നെ അതിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള നമ്മുടെ മുന്നിൽ ചരിത്രപരമായ യാഥാർത്ഥ്യം ഡേറ്റാസ് ഉണ്ട്. അതെ. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഇപ്പം അംബേദ്കറുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള എൻട്രി മുതൽ യെസ്. ഈ കാലഘട്ടം ഇപ്പം അഡ്വക്കേറ്റ് സ്മിജിയുടെ അതെ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെയുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ സമുദായങ്ങളോടും പ്രത്യേകിച്ച് ഞാൻ ലീഗിൽ വന്ന് എനിക്ക് അത്ഭുതമുള്ളൊരു കാര്യം മറ്റ് സമുദായങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അത് ലീഡേഴ്സ് മുതൽ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ വരെ ട്രീറ്റ് ചെയ്യുന്ന രീതി. കാരണം ഞങ്ങൾ അവരെ പരിഗണിക്കുന്നത് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയോടെയാണ് അവരവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും എന്നെ സ്വീകരിക്കുന്ന രീതിയാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹമാണ്. അത് വേറെ എവിടെയെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്രിനൽ റഷ് ഉണ്ടല്ലോ, അത് വേറെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ മുസ്ലിം ലീഗുകാരനാവണം എന്ന് നിർബന്ധമല്ല. ഇപ്പോൾ പുതിയ കേരളത്തിൽ മുസ്ലിങ്ങളെ അനുകൂലിച്ചാൽ മതി. അതെ. അതായത് നിങ്ങൾ ഒന്നുകിൽ സുഡാപ്പിയാകും, അതല്ലെങ്കിൽ എന്താണ് പിന്നെ ഈത്തപ്പഴത്തിനും മുന്തിരിക്കും വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ തന്നെ ചില വീഡിയോക്കൊക്കെ താഴെ അങ്ങനെ വരാറുണ്ട്. അതായത് മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നത് പോലും വലിയ അപരാധമായി കാണുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ആയിരുന്നില്ല കേരളം, പക്ഷേ ഈയിടെയായിട്ട് അങ്ങനെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മുസ്ലിം എന്ന പേര് വെച്ച് പ്രവർത്തിക്കുന്നൊരു പാർട്ടി, ആ പാർട്ടിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നിതിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷത്തെ അനുഭവത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനമോ അല്ലെങ്കിൽ മാറ്റി നിർത്തലോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത്? അത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു ചോദ്യമായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഇത് മുമ്പേ പറഞ്ഞ ഇങ്ങനെ നമ്മളെ ഷെയിമാക്കാൻ വേണ്ടി പറയുന്നത് അത് വേറെ തരത്തിലുള്ള തന്ത്രമാണ്. അത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കമൻ്റ് ഇടാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഈ ഫണ്ട് വന്നോ, ഈ മാസത്തെ ശമ്പളം കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കൂലി കിട്ടിയ അപ്പം നമ്മൾ മാനസികമായിട്ട് ഒന്ന് തളരണം, നമ്മുടെ ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ പിന്മാറണം. അതൊക്കെയാണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം. ലീഗ് അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലാന്ന് ഈ വിമർശിക്കുന്നവർക്ക് തന്നെ വലിയ ധാരണയുണ്ട്. ലീഗിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ നിലവിൽ സംഘപരിവാറിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒരേപോലെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് ഇടതുപക്ഷമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച CPM-ലെ ലീഡർഷിപ്പ് ഒരു ഘട്ടത്തിൽ അത് നടക്കാതെ വരുന്ന സമയം മുതലാണ് ലീഗിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. അതിന് ലീഗിനെ മാത്രമല്ല, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടുതൽ അവരെ അപരവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ട് മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുക്കാം എന്നുള്ള ധാരണയാണ് CPM ഉള്ളത്. ഒരു പ്രതീക്ഷയിലാണ് CPM. പക്ഷേ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അത്രമാത്രം മലീമസമല്ല. കാരണം ഇപ്പം നമ്മൾ തൃക്കാക്കര ഇലക്ഷൻ എടുത്താൽ, നിലമ്പൂർ എടുത്താൽ, പാലക്കാട് എടുത്താൽ എല്ലാം മനസ്സിലാക്കുന്നത് ഇവർ ആ ഘട്ടങ്ങളിലെല്ലാം ലീഗിനെ ഇത്തരം ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് വെച്ചുകൊണ്ട് ലീഗിനെ വളരെ രീതിയിൽ
കൂടുതൽ കൂടുതൽ പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തി. ഇവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്ന അതിൻ്റെ ഉള്ള റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ തിരുവല്ലയിൽ നമുക്ക് കൗൺസിലറായി, പന്തളം BJP ഭരിച്ച നഗരസഭയാണ്, അവിടെ നമുക്കായി. പത്തനംതിട്ട നഗരസഭയുടെ വൈസ് ചെയർമാൻ, എൻ്റെ ജില്ലയിലെ മാത്രം പെട്ടെന്ന് ഓർക്കുന്നുകൊണ്ട് പറയുന്നതാണ്, ആയി. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ 20 വർഷത്തിന് ശേഷം പിന്നെ ലീഗിനൊരു മെമ്പറുണ്ടായി. ഉം. അദ്ദേഹം ആദിവാസി ബന്ധപ്പെട്ട ആളാണ്, ശരി. ചുമട്ട് തൊഴിലാളിയാണ്. ആ ആ അപ്പം അങ്ങനെ സമഗ്രമായ മാറ്റം, ഇത് പത്തനംതിട്ടയിൽ ഒന്നോ രണ്ടോ ഞാൻ പറഞ്ഞത്, കോട്ടയത്ത്, എറണാകുളത്തൊക്കെ വലിയ വിജയങ്ങൾ, ഇടുക്കിയിൽ, ആലപ്പുഴയിൽ, കൊല്ലത്ത്, തിരുവനന്തപുരത്തൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അത് ഇതൊന്നും മുസ്ലിം മെജോറിറ്റി ഉള്ള അല്ലെ ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളല്ല. ജനം അത് അംഗീകരിക്കാൻ തയ്യാറായെന്നുള്ളതാണ്. അപ്പം സലാമൊക്കെയൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, പിന്നെ ചിലർക്ക് പേടിയുണ്ട്, ഏണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ തോറ്റു പോവോ, മറ്റേ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ. അപ്പോൾ സലാമൊക്കെ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യല്ല്, ഏണി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഉം. ഹിന്ദു സമുദായവും എല്ലാവരും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നൊരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മുടെ അതാണ് നാട്ടിലുണ്ട്. വരേണ്ടത്. അതുണ്ട്. ഉം. അതുണ്ട്. അതില്ല എന്നുള്ളത് നമ്മുടെ ചുരുങ്ങിയ ചില മനുഷ്യരുടെ ഭയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം. ജനം അത്തരം വിഷയങ്ങളിൽ കൺസേൺ അല്ല. ജനത്തിന് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് അഭിപ്രായമില്ല. ജനത്തിനില്ല, അവർക്ക് അങ്ങനെ അനുഭവമില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് ഇപ്പോൾ ഈ പിടിക്കും. സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ നമ്മൾ അതെ. കാണുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയത്തെയാണ് മുസ്ലിം ലീഗ് അതെ. മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ക്ലിയറാണ്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ചോദ്യം, അതായത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ബലം, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രമായ ബലം ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, നമുക്ക് പിന്നെ അഭിമാനിക്കാനുള്ള ചരിത്രം. ഇന്ത്യയിലെ അംബേദ്കറിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ കാരണമായി ഞാൻ കാണുന്നത്, അവർക്ക് ഈ അംബേദ്കറിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആർ അംബേദ്കറിൻ്റെ ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ടും ബഹുജൻ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടും അവർക്ക് അഭിമാനകരമായ ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ളത് ഇന്നത്തെ തലമുറയും അത് പിന്നെ അവരെ കൂടെ എൻകറേജ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രമായ അടിത്തറ അതിൻ്റെ തുടക്കം തന്നെ പ്രഖ്യാപിച്ചാണ് വരുന്നത്. ഇപ്പം ഖായിദെ മില്ലത്ത് ഇന്ത്യയിലേക്ക് കറാച്ചി സമ്മേളനത്തിന് തിരിച്ചെത്തി ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുമ്പം അത് പ്രത്യയശാസ്ത്രപരമായൊരു ഒരു പ്രഖ്യാപനമാണ്. അപ്പം ഇന്ത്യയിലെ മുസ്ലിം ലീഗിനോട് അവകാശപ്പെട്ട ഫണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഓഫർ ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നത്. അതെ അതെ വേണ്ടാന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ചുറ്റുപാടിലാണ് അന്നെടുത്ത തീരുമാനം. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം വേദനിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അവരെ ചേർത്ത് നിർത്താൻ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാവണം എന്നുള്ള തീരുമാനമാണ്. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കുന്നു. ഇപ്പം അന്നത്തെ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 113ഓളം ദേശീയ കൗൺസിൽ അംഗങ്ങൾ ഇന്ത്യയിൽ തുടരുന്നുണ്ട്. എന്നാൽ വളരെ 30-ൽ താഴെ ആളുകൾ മാത്രമാണ് അതെ ഇന്ത്യയിൽ ലീഗ് രൂപീകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടത്. അപ്പോൾ അതിൽ പിന്നെ നവാബുമാർ, വലിയ വ്യവസായ പ്രമുഖർ, വലിയ ഭൂസമ്പത്തുള്ളവരൊക്കെ ഉണ്ട്. ഉത്തരേന്ത്യയിലെ ആസാമിലൊക്കെ ഉള്ളവർ ഇതിൽ നിന്ന് വിട്ടുപോയി. ഇപ്പം മലബാറിലെയും മദ്രാസ് റീജിയനിലെയും വളരെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ ചേർന്നിരുന്നാണ് ഈ പാർട്ടി കെട്ടിപ്പടുത്തിയെടുത്തത് ആ സമയത്ത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും ഉം. മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഇത് തെരഞ്ഞെടുത്തതിൻ്റെ വ്യത്യാസം. അതെ അതെ. അപ്പം പക്ഷെ അത് തിരഞ്ഞെടുക്കാതിരുന്ന മറ്റ് വരുന്ന 113-ൽ 30 പേരോളം ഇവിടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കാതെ നിന്ന പ്രദേശത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ താരതമ്യപ്പെടുത്തുമ്പം അന്നെടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പോൾ ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് മാത്രമായി പറഞ്ഞ് ചുരുക്കമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടുത്തെ മറ്റ് സമുദായമായിട്ട് വളരെ സാഹോദര്യത്തിലാണ് അന്നും ഇന്നും ജീവിച്ചു പോകുന്നത്. ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യം താഴെത്തട്ടിലുണ്ട്. നമ്മൾ എത്രമാത്രം സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് പ്രൊഫൈലുകൾ വഴി വ്യാജമായ പ്രചരണം നടത്തിയാൽ, വിദ്വേഷം പ്രസംഗിച്ചാലൊന്നും ആ മനുഷ്യന് മുന്നിലുള്ള റിയാലിറ്റി ഇല്ലാതായി പോകുന്നില്ല. ഇല്ല. ഇപ്പോൾ ഷെരീഫ് സാഗറും നിതിൻ കിഷോറും ഒരയൽവക്കമായി ഒരേ മനസ്സോടെ ജീവിക്കുമ്പം ഷെരീഫ് സാഗറിൻ്റെ സമുദായ നേതാവ് തെറ്റ് പറഞ്ഞു തന്നാലും നിതിൻ കിഷോറിൻ്റെ സമുദായ നേതാവ് തെറ്റ് പറഞ്ഞു തന്നാലും നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ജീവിതം എന്ന യാഥാർത്ഥ്യം റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടുത്തെ വിദ്വേഷ പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ കടക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചോദ്യത്തിലേക്ക് വന്ന മുസ്ലിം ലീഗിൻ്റെ ഈ പ്രത്യയശാസ്ത്രമായ അടിസ്ഥാനം, ഈ ന്യൂനപക്ഷങ്ങൾ ഇപ്പം ഖായിദെ മില്ലത്ത് അവിടെ നിന്ന് വരുമ്പോഴും നിങ്ങൾ ഈ ടേക്ക് കെയർ ഓഫ് അവിടുത്തെ മൈനോറിറ്റിയെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്ര ബലമെന്ന് ഞാൻ കാണുന്നത്. സമൂഹത്തിലെ ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള
മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതായത് ഒരു പരിഷ്കൃത സമൂഹം ന്യൂനപക്ഷത്തെ പരിഗണിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയായിട്ട് കാരണം ആ കാണണം. സൊസൈറ്റിയുടെ ആ സ്റ്റേറ്റിൻ്റെ അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ്. ഇപ്പം നമ്മൾ ഭൂരിപക്ഷമാവുകയാണെങ്കിൽ അവിടെ ഒരു മൈനോറിറ്റി ഉണ്ടെങ്കിലും അവരെ ചേർത്ത് അവർ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് അല്ലാതെ അവർക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്താതെ മറ്റേത് മെഷർമെൻറ്റിൽ നമ്മൾ അളന്നാലും ആ സമൂഹം പരിഷ്കൃതമാകുന്നോ വികസിതമാകുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ അവകാശം ജനാധിപത്യം കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഫോക്കസ്ഡ് ആയി പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ റീൽസിൽ കാണുന്ന വിദ്വേഷമല്ല റിയൽ ലൈഫിലെ സാഹോദര്യം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. അതെ അതെ അതായത് ഇപ്പോൾ ചാനലുകൾക്ക് മുമ്പിൽ അതല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി വിദ്വേഷം പ്രസംഗിക്കുന്നു സമുദായ നേതാക്കൾ അതെ. ചിലർ, അതെ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയെ പോലുള്ള നമുക്ക് തുറന്നു പറയാം. അതെ പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള കേരളം എന്നതിന് തെളിവാണ് നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടും അതുപോലെ തന്നെ ഈ സാഹോദര്യം എന്ന് പറയുന്ന സംഗതി നമ്മളെ ലൈഫാണ്. അതെ അതെ അപ്പോൾ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ എങ്ങനെ കേരളം പ്രതിരോധിക്കുമെന്നാണ് വിചാരിക്കുന്നത്? അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള റിയാലിറ്റി ലൈഫിൽ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങൾ, നമുക്ക് മുന്നിലുള്ള കാഴ്ചകളൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പം ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ അവരിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും വളരെ സാഹോദര്യത്തോടെ ജീവിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴും അതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമല്ല. അതെ അതെ കാരണം അവർ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള ഒരാളുകൾ ഇതിൽ പ്രൊവോക്കഡ് ആയാൽ മലബാറിലൊന്നും അങ്ങനെ ഇല്ല. ഇല്ല. ഇപ്പോൾ തെക്കൻ കേരളത്തൊക്കെ പ്രൊവോക്കഡ് കഴിയില്ല, കാരണം അത്രയും ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിന് വ്യത്യാസമല്ല. തെക്കൻ കേരളത്തിലെയും ഈഴവ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ജനറ്റിക്കായിട്ടുള്ള ബന്ധങ്ങൾ പോലും, അതായത് ഘടനാപരമായ ബന്ധങ്ങളുണ്ടെന്ന് പോലും ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു തമിഴ് പശ്ചാത്തലമുണ്ട് അവർക്കിടയിൽ. അപ്പം ഇവർ തമ്മിലുള്ള വളരെ സാഹോദര്യത്തോടും സ്നേഹത്തോടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ പ്രൊവോക്കഡ് ആയിട്ട് ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് നിന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേൾക്കുന്നൊരു ഡയലോഗുണ്ട്. നമ്മൾ ടൗണിലൊക്കെ ഇറങ്ങുമ്പം, നീ ടൗണൊന്ന് നോക്കി, കടമുറികളെല്ലാം മുസ്ലിങ്ങളായി. അപ്പം അതിനകത്ത് ഈ സമ്പത്ത് എന്നുള്ളത് വളരെ ഒരു ജലസി, സമ്പത്തിൻ്റെ മേലുണ്ടാകുന്ന ഒരു ജലസി. ഇപ്പം ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തെ സംശയത്തോടെയും അപരവൽക്കരിച്ചും കാണാൻ തുടങ്ങി. അതിനുശേഷം പ്രത്യേകിച്ച് ഗൾഫ് ൻ്റെ ഒരു സ്വാധീനത്തിന് പുറത്ത് സാമ്പത്തികമായി കമ്മ്യൂണിറ്റി മെച്ചപ്പെട്ടു. വിദ്യാഭ്യാസപരമായ മെച്ചപ്പെടൽ എടുത്തു പറയാൻ ഇവരാഗ്രഹിക്കുന്നില്ല. കാരണം വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹമായി അപകർഷിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. എഴുത്തും വായന അറിയില്ല, അവൻ ലീഗുകാരനാണ് എന്ന രീതിയിലൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വരുമ്പോൾ അതെ അതെ ആ കഴിവില്ലാത്ത ആളാണ്. അബ്ദുറബ്ബ് അലിഗഡ് പോയി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്. പക്ഷേ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അഴീക്കോടിനെ പോലുള്ള ആളുകൾ വരെ പറയുന്നത് എന്താണ്, സ്കൂളിന്റെ പടി കാണാത്തവരെ. അതെ അതെ അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ലീഗിനെ ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് എപ്പോഴും ചിത്രീകരിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി ഇവരെ അസൂയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ അസൂയപ്പെടുത്തുന്നുണ്ട്. അത് എല്ലാവരെയും അല്ല, വളരെ ചുരുങ്ങിയ ആളുകൾ, വളരെ ഹീനമായ മാനസികാവസ്ഥയുള്ള ചെറിയ മനുഷ്യരുണ്ട്. അവരിങ്ങനെ നിരന്തരം പറഞ്ഞ് അവർ പ്രൊവോക്ക് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ വിദ്വേഷമുണ്ട്. പക്ഷെ അവരെയൊക്കെ ഇപ്പോൾ ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി അവൻ്റെ ലൈഫിൽ അത്തരമൊരു അവഗണന, വിദ്വേഷം മുസ്ലിമിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ എന്നൊന്ന് എക്സാമിൻ ചെയ്താൽ അവന് പറയാൻ അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിരിക്കും. ഇതിൽ മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ അവനെ സഹായിച്ച മുസ്ലിങ്ങളുടെ കഥയൊക്കെ പറയും. വർത്തമാനകാലം പറയല്ല, കൂടുതലും ഭൂതകാലം പറയും. അതായത് പണ്ട് പിന്നെ അധിനിവേശം നടത്തി എന്നുള്ള ചരിത്രം പറയും. പിന്നെ ഭാവിയാണ് പറയുന്നത്. അതായത് ഭാവിയിൽ ഇതെല്ലാം കൂടെ ഇവന്മാർ വിഴുങ്ങിക്കൊണ്ടുപോകും. അല്ല, ഈ ഇന്ത്യയുടെ ചരിത്രം അധിനിവേശത്തിൻ്റെ കൂടെ ചരിത്രമാണ്. എല്ലാവരും വരികയും ഇപ്പം അങ്ങനെ ഇപ്പോൾ അമേരിക്കയെ പറ്റി പറയുമല്ലോ. അമേരിക്കയിൽ ഇപ്പം ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെ വലിയ നിയമങ്ങൾ നടത്തുമ്പം അവിടുത്തെ യാഥാർത്ഥ്യം അവിടെ തദ്ദേശികരായ മനുഷ്യരിപ്പോഴും അവിടെ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുക. ഒരിക്കലും മാത്രമല്ല, പല രാജ്യങ്ങളും ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളാണ്. അപ്പം ഇന്ന് രാവിലെ ഞാനൊരാളെ കണ്ടിരുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് വർണ്ണവിവേചനങ്ങൾക്കെതിരെ പോരാടുന്നൊരു മനുഷ്യൻ. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. പക്ഷേ
അവിടെ മൂപ്പര് നേരിട്ട ദുരനുഭവങ്ങൾ പറഞ്ഞു, വൈറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ട. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മാത്രമല്ല ഏഷ്യക്കാരെല്ലാവരും ഇത് നേരിടേണ്ടി വരുന്നു. അവിടുത്തെ എത്നിക്സ്റ്റ് ആയിട്ടുള്ള അതെ, ആളുകൾ അതെ. ഈ പിന്നെ വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. നേരിടുന്നുണ്ട്. അത് ഈ ലോകത്തെല്ലായിടത്തും ആ വിവേചനം നേരിടുന്നുണ്ട്. കുടിയേറ്റക്കാരോട് ഇപ്പം നമ്മുടെ പൊതുബോധം ആ രീതിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇപ്പം എന്നാൽ ഇവരും കുടിയേറ്റക്കാരാണ്. അതെ, അതാണ് അതിലെ പ്രധാനപ്പെട്ട അവർ കാര്യം. കുടിയേറ്റക്കാരാണ്. ഇപ്പോൾ നമ്മൾ ആര്യന്മാർ അതെ, അവരുടെ ഈ കുടിയേറ്റക്കാരാണ്. ഈ ഈ ഹിന്ദു മതമാണെങ്കിലും അതിങ്ങനെ പരിഷ്കരിച്ച് പല കാലഘട്ടം ഇപ്പം ശബരിമലയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വാദം എന്നാണ്. ശബരിമലയിലെ ആരാധന നടത്തിയിരുന്ന അവിടുത്തെ മലയേറിയ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ അവകാശവാദം. അതിന് സാമൂഹികമായ ചരിത്രപരമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നെ ശബരിമലയിലെ അമ്പലത്തെയും പ്രതിഷ്ഠയെപ്പറ്റി ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ ശരണം, ഈ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുടെ രൂപമൊക്കെ അതെ. ഓരോ കാലഘട്ടത്തെയും വന്നിട്ടുള്ള അധിനിവേശ ശക്തികളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഘട്ടം കഴിയുമ്പം ഇല്ലാതായി പോയിട്ടുണ്ട്. ഇത് ആശയങ്ങളാണ് വരുന്നത് കൂടുതലായിട്ടും. അതെ, ബാക്കി എല്ലാവരും ഇവിടെ ജനിച്ചു ജനിച്ചു വളർന്നവരാണ്. വളർന്നവർ ആശയങ്ങൾ മാറി മാറി ഇപ്പോൾ അപ്പോൾ പുറത്തുനിന്ന് വന്നവരല്ല. ഇപ്പം ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്, നിതിൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതെ അതെ നമ്മൾ സ്വീകരിക്കുന്ന ആശയവും വിശ്വാസവും ശ്വാസങ്ങൾ മാത്രമേ മാറി മാറി വ്യത്യാസം. വരും. അതില്ല. അപ്പോൾ അത് ഇപ്പം മുഗൾ രാജാക്കന്മാർ എത്രയോ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിട്ടും വലിയ ഭരണശക്തിയായിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതൊരു ഭയപ്പെടുത്താനാണ്. ഇപ്പം ലവ് ജിഹാദ് പോലും അത് മനുഷ്യ ഗോത്രത്തിൻ്റെ തുടക്കം മുതൽ സ്ത്രീയെ കീഴ്പ്പെടുത്താൻ വരുന്നു എന്നുള്ള ഭയത്തിൻ്റെ പുറത്താണ് ഗോത്രങ്ങളുടെ ഒരു അതെ, ആവാസവ്യവസ്ഥ രൂപപ്പെട്ടു വന്നത്. അതെ. അതിൻ്റെ ദോഷമുണ്ടായ പാട്രിയാർക്കിയലായിട്ടുള്ളൊരു മെജോറിറ്റി ഉണ്ടായി. സ്ത്രീകൾ അതായത് സമ്പത്തും സ്ത്രീകളുമാണ് സംരക്ഷിച്ച് നിർത്തി. ഉം. അപ്പോൾ അവിടെ ആ ഗോത്രത്തെ ഭയപ്പെടുത്തുന്നത് മറ്റു ഗോത്രത്തിൽ നിന്ന് വരുന്നു, നമ്മുടെ സ്വർണം കൊണ്ടുപോകും, ഉം. നമ്മുടെ സ്ത്രീകളെ കൊണ്ടുപോകും. ഉം. ഇതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ പ്രയോഗമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. തുടർച്ചയാണ് ഈ ലവ് ലവ് ജിഹാദ്. ജിഹാദ്. ആ ഒരു കടമുറികൾ, ഞാൻ ഒന്നും പോലെ കടമുറികൾ വാങ്ങുന്നു, അതെ. സമ്പത്തെല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള വാദങ്ങൾ. അത് ഏറ്റവും ഇത്തരം പാനിക്കായിട്ടുള്ള മനുഷ്യന്മാരെ വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു ടൂളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന അറിവും അനുഭവവും നമ്മുടെ സമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ മുസ്ലിം ലീഗിനെതിരെ പ്രത്യേകിച്ചും CPM മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് CPMൻ്റെ മാത്രം അജണ്ടയായിട്ട് നമ്മൾ കാണുന്നില്ല. അതെ. ഞാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷാബു പ്രസാദിൻ്റേതാണ്. അദ്ദേഹം BJPയുടെ സഹയാത്രിക. സുരേന്ദ്രൻ പറഞ്ഞല്ലോ അതായത് അദ്ദേഹം ഒരു AI ഇമേജ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ കൊടി എല്ലാം കൂടെ കത്തിക്കുന്നൊരു ഇമേജ്. അപ്പോൾ കോൺഗ്രസ് UDF തോൽക്കണം, ആര് ജയിക്കണം എന്ന് മൂപ്പര് പറയുന്നില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല, UDF തോൽക്കണം. ഇതേ സാധനം SDPക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് UDF തോൽക്കണം. ഇതേ സാധനമാണ് CPM പറയുന്നത്. അതായത് ഇവരൊക്കെ ഒരു ഐക്യമുന്നണി ആയിക്കൊണ്ടിരിക്കുക. അതെ. അതിനകത്ത് കേരളത്തിലെ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം തുടർ ഭരണമുണ്ടായ ഒരു കാലഘട്ടത്തിൽ BJPക്കാരനായ ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, 1-2 തവണ കൂടി CPM ഭരിക്കട്ടെ. അതാണ് BJPക്ക് താല്പര്യമുള്ളൊരു ഘടകം. കാരണം ഇത് തീരുമാനമാവും. കോൺഗ്രസ് ദുർബലപ്പെടുക എന്നുള്ളത് ആണ് പിന്നെ BJPയുടെ എൻട്രിക്ക് ഏറ്റവും സഹായകരമായി നിൽക്കുക എന്നുള്ള അവർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതും. ഇപ്പം എത്രയോ തെളിവുകൾ ഈ സർക്കാരും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMഉം BJPയുമായി സംഘപരിവാറുമായിട്ട് ഉള്ള ബാന്ധവത്തിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ എത്രയോ കാലം CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. അതൊരു പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവരൊക്കെ അതിനെപ്പറ്റി അപരിചിതരായിരിക്കും. എനിക്ക് എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയും CPMുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി വ്യക്തമായി തെളിവുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ CPM പ്രവർത്തകർ പങ്കെടുക്കുകയും CPM പരിപാടികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം ഉണ്ടാവുകയും ചില പ്രാദേശിക ഭരണകൂടങ്ങൾ തദ്ദേശ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരസ്പരം പിന്താങ്ങുകയും പഞ്ചായത്ത് ഭരണസമിതികൾ ഉണ്ടാക്കിയ കാലഘട്ടമുണ്ട്. അപ്പം അത് സമീപകാലത്തുണ്ടായ കാര്യങ്ങളാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോൾ പോലും
CPM ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ഭീകരവാദ പ്രസ്ഥാനമായി ചിത്രീകരിച്ചുകൊണ്ട് ലീഗിനെ കൂടെ കൂട്ടി, അപ്പോൾ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇവിടെ വലിയൊരു കമ്മ്യൂണൽ ഗ്യാപ്പ് ഉണ്ടാവുമെന്നും മറ്റുള്ളവരുടെ പിന്നെ സ്വാധീനം ഞങ്ങളിലേക്ക്, അല്ല ഞങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയും ഇത് മുൻനിർത്തി എന്നുള്ളൊരു ധാരണയിലാണ് CPM. ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയും വന്നു. കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയും ഗോവിന്ദ മാസ്റ്ററിൻ്റെ പ്രസ്താവനയും ഒക്കെ വായിച്ച് നമ്മൾ പെട്ടെന്ന് അടിയിലെ പേര് നോക്കിയില്ലെങ്കിൽ ഇത് രണ്ടും മുമ്പേ നാം വായിച്ചാണല്ലോ നമുക്ക് തോന്നും. അല്ല, ഇപ്പോൾ പല പോസ്റ്റുകളും കമൻറ്റുകളും നോക്കുമ്പോൾ ഇവരുടെ പ്രൊഫൈലിലേക്ക് പോകേണ്ടി വരും. സഖാവാണോ സംഖ്യയാണോ എന്നറിയാൻ വേണ്ടി. വല്ലാത്തൊരു അവസ്ഥയാണ്. അതാ ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ചാലും തിരുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് CPMൻ്റെ ഇത്തരം പ്രചരണങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്. അത് ഒരിക്കലും CPMന് ഗുണകരമായി മാറില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത് കൊണ്ട് അത് സത്യത്തിൽ BJPക്കും ഗുണം ചെയ്യില്ല. കാരണം ജനത്തിന് ഈ യാഥാർത്ഥ്യം അറിയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എത്രയോ നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, മുസ്ലിം ലീഗ് എത്രയോ നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, CPM എത്രയോ നാളായിട്ട് ഇവർക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ജനത്തിൻ്റെ മുന്നിലുണ്ട്. ആർക്കാണ് ഇതിനെപ്പറ്റിയുള്ള തെളിവുകൾ ലഭിക്കാൻ തടസ്സം? ഒരു സ്മാർട്ട് ഫോണുള്ള ആർക്കും ഇതിനെപ്പറ്റി പ്രൊപ്പഗണ്ട വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് കണ്ടല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ വീണ്ടും പരാജയപ്പെടുമ്പം CPM ഇതേ തന്ത്രമാണ് വീണ്ടും പ്രയോഗിക്കുന്നത്. അതിലാണ് നമ്മൾ സംശയിക്കുന്നത്. ഇത് കേവലം മുസ്ലിം ലീഗിനെയോ ജമാഅത്തെ ഇസ്ലാമിയോ മാത്രം ഉന്നം വെക്കുന്നതല്ല, ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. BJP കൂടെ താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് അവരതിനകത്ത് കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഭാവിയിലെടുക്കാൻ സാധ്യതയുള്ളത് BJP ആയിരിക്കും ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട്. CPMന് അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, CPMന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഒരു വളരെ സ്വീകാര്യമായൊരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. മലബാറിലടക്കം മലപ്പുറത്തടക്കം. പക്ഷേ CPM അത് ഇല്ലാതാക്കി എന്ന് മാത്രമല്ല, ഈ സമുദായത്തെ ശത്രുതാപരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് CPM നേതൃത്വം പോയി. അത് അവർ ബോധപൂർവം ചെയ്യുന്നതാണ്. അതിനവർക്ക് ഭയമില്ല, കുറ്റബോധമില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഒരു പൊളിറ്റിക്കൽ ഒളിഗാർക്കി ഈ രാജ്യത്തുടനീളമുണ്ട്. അതിനെതിരെ സത്യത്തിൽ നിലകൊള്ളേണ്ടതാണ് നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു ബഹുജൻ പൊളിറ്റിക്സിൻ്റെ ഒരു സംഗതി. അതായത് അതിലൊരു കീഴാള രാഷ്ട്രീയം, ന്യൂനപക്ഷ രാഷ്ട്രീയം, ഇതൊക്കെ അംബേദ്കറിറ്റ്സ് പൊളിറ്റിക്സൊക്കെ അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മളെപ്പോഴും പറയാം, ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു സർക്കാർ, അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നുള്ള നിലക്കാണ് ഈ സമൂഹം അഭിസംബോധന ചെയ്യപ്പെടാറ്. വാസ്തവത്തിൽ ഇതൊരു ഭൂരിപക്ഷമാണ്. ഈ പറഞ്ഞ കീഴാള വിഭാഗവും ഭൂരിപക്ഷമാണ്. അപ്പം ഈ ഭൂരിപക്ഷ രാഷ്ട്രീയമാണ് സത്യത്തിൽ ഈ ഒളിഗാർക്കിക്കെതിരെ വരേണ്ടത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മുസ്ലിം ലീഗിന് അതിൽ എന്ത് റോള് നിർവഹിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ഈ നോക്കണം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ലോകമാകമാനമുള്ള സാമ്രാജ്യത്വം, കോർപ്പറേറ്റുകൾ പരീക്ഷിക്കുന്ന ഒരു തന്ത്രമാണ്. അത് സത്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജി കൂടിയാണ് ഇസ്ലാമോഫോബിയ. ആ സ്ട്രാറ്റജിയുടെ പുറത്താണ് ലോകത്തെ ആയുധ വ്യാപാരം, എണ്ണക്കച്ചവടം, ഡോളറിൻ്റെ അധീശത്വമൊക്കെ നടക്കുന്നത്. ഇസ്ലാമോഫോബിയ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജിയായിട്ട് ഈ കോർപ്പറേറ്റുകളും സാമ്രാജ്യത്വവും പ്രയോഗിക്കുന്നുകൊണ്ടാണ്. ഇന്ത്യയിൽ അത് ഫലപ്രദമായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് ഒരു അപര ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ ജാതി എന്ന് പറയുന്ന സാമൂഹിക അനീതി വളരെ യാഥാർത്ഥ്യമാണ്. അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് വളരെ പ്രകടമാണ്. അത് ജാതിപരമായി ഒരാളോട്, അതായത് ഇപ്പോൾ ഒരു ദൈവത്തെ ആരാധിക്കുന്ന രണ്ട് മനുഷ്യർക്കിടയിൽ ആ കീഴാള ജാതിക്കാരനോട് അനീതി കാണിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയായിട്ട് കരുതുന്ന ആളാണ്. ഈ ജാതിയിൽ അല്ലെങ്കിൽ എന്തോ തെറ്റാണ്. അതായത് നീ ഇപ്പം നിങ്ങൾ വ്രതം നോക്കുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു, അല്ലെ ക്ഷേത്ര ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ജാതീയപരമായി അവനോട് അയിത്തം കാണിക്കണം എന്നുള്ളത് അവൻ്റെ കടമയാണ്, ധർമ്മമായിട്ട് കരുതുന്ന ആൾക്കാണ്. അപ്പോൾ ഇത്തരം ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യരെ യോജിപ്പിച്ച് നിർത്താൻ സംഘപരിവാർ ഇവിടുത്തെ, നമ്മൾ മുമ്പേ സൂചിപ്പിച്ചോളൂ, ഇവിടുത്തെ മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള സവർണ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം ഉപയോഗിക്കുന്ന ടൂളാണ് ഇസ്ലാമോഫോബിയ. അപ്പോൾ പൊതു ശത്രുവിനെ, ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഇവർ നമ്മുടെ സമ്പത്തെടുക്കും. അതാണല്ലോ മോഡി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഭാര്യമാരുടെ താലിയും
ഒക്കെ അതേ ട്യൂണിലാണ് ഇപ്പോൾ CPM സംസാരിച്ചത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാറിലേക്ക് പോകും, കോൺഗ്രസ് സമ്പത്തെല്ലാം കോൺഗ്രസ് വന്നാൽ ആഭ്യന്തരം മുസ്ലിം കേരളം തന്നെ തകരാൻ പോകും. തകരാനും പോകണം. ആ സെയിം ട്യൂണാണ്. സെയിം ട്യൂൺ എന്ന് പറയുമ്പോൾ കലാപങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടും, നിങ്ങളുടെ സ്ത്രീകളെ നഷ്ടപ്പെടും, അവനൊരു ശത്രുവാണ്, അവനൊരു പിശാചാണെന്ന രീതിയിൽ ആ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ യോജിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം ഇന്ത്യയിലെ ഇത്തരം ഇസ്ലാമോഫോബിക് കണ്ടന്റുകളെ നേരിടുന്നതിനകത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുവരെയുള്ള ഭരണകൂടങ്ങൾക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മുമ്പ് സൂചിച്ച ബഹുജൻ പൊളിറ്റിക്സ് അല്പം കൂടി വിശാല അർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയായിട്ട് ദളിത്, ആദിവാസി, OBC, ഇന്ത്യയിൽ വലിയ പ്രമുഖമായ ഒരു സമുദായമാണ് OBC വിഭാഗമാണ്. അതെ. അപ്പം ഇന്ത്യയിൽ യാഥാർത്ഥ്യത്തിൽ ഈ അധികാരത്തിലടക്കം പങ്കാളിത്തം ലഭിക്കാത്ത രണ്ട് വിഭാഗം മുസ്ലിങ്ങളും OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന സംവരണ അട്ടിമറി, റൊട്ടേഷനകത്ത് നടക്കുന്ന തിരിമറികൾ, പിൻവാതിൽ അധികാരം നിയമനങ്ങൾ, എന്ന് പറയുമ്പോൾ അതിൽ ഉദ്യോഗ പങ്കാളിത്തം വരെ വരും. ഇതൊരു എല്ലാം അടക്കമുണ്ട്. അതിലെല്ലാം നഷ്ടം അനുഭവിക്കുന്ന രണ്ട് വിഭാഗം എന്ന് പറയുന്നത് ഈ OBC, അതെ. ഇപ്പം മുസ്ലിമാണ്. ഇപ്പം ഈ SC ST വിഭാഗക്കാർക്കുണ്ടാകുന്ന റിസർവേഷനാണ് അവരെ അത് ബാധിക്കാത്ത തരത്തിൽ എങ്കിലും അധികാര പങ്കാളിത്തത്തിനകത്ത് ഇടമില്ല. വലിയ ഉദ്യോഗസ്ഥ ഇപ്പം ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ, ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കണക്കിനകത്ത് 90%-ലധികം സവർണ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലെ ജുഡീഷ്യൽ ഓഫീസർമാർ വലിയ ഭൂരിപക്ഷം അത്തരത്തിലാണ്. അപ്പം പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് എൻട്രി ലഭിക്കാതെ ഇപ്പോഴും മാർജിനൈസ്ഡായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിൽ ആദിവാസികൾ, ദളിതർ, മുസ്ലിങ്ങൾ, പിന്നോക്ക സമുദായങ്ങൾ. ഇവരുടെ വിശാല അർത്ഥത്തിലുള്ള ഇപ്പം പരസ്പരം വിയോജിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതെ. പക്ഷെങ്കിൽ യോജിക്കാനുള്ള കാരണങ്ങളാണ് കൂടുതൽ. കോമൺ കോസിൻ്റെ പുറത്ത് ഇന്ത്യയിൽ വിശാല അർത്ഥത്തിൽ അത്തരം ഒരു മുന്നേറ്റം, ഒരു പ്രതിരോധം ഉയർന്നു വന്നാൽ മാത്രമാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനും സംഘപരിവാറിനെ തുറന്നു കാണിക്കാനും സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വലിയ എഫേർട്ട് ഉണ്ടാവണം, വലിയ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം, വലിയ രീതിയിൽ എഫേർട്ട്. നമുക്കറിയാം, ഇപ്പോൾ സംഘപരിവാർ കേവലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, BJP രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അതൊരു ഓർഗനൈസ്ഡായിട്ട് അവർ ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിൽ സൈന്യത്തിനകത്ത് പോലും സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമായി മാറി. വലിയ രീതിയിലുള്ള സമ്പത്ത്, കോർപ്പറേറ്റുകൾ. ഇപ്പോൾ ഫാസിസത്തെ പറ്റി നമ്മൾ ഏറ്റവും ക്യാച്ചിങ് ആയിട്ടുള്ള ഞാൻ കൊണ്ടൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ തീവ്ര ദേശീയതയുടെയും കോർപ്പറേറ്റിൻ്റെയും ഒരു സംയോജന രീതിയിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പം അത്തരത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീവ്ര ദേശീയത പറയുന്നു, ഇസ്ലാമോഫോബിയെ മുൻനിർത്തിക്കൊണ്ട് തീവ്ര ദേശീയത പറയുന്നു, അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകളുമായിട്ട് ചേർന്ന് പങ്കുകച്ചവടം ചെയ്യുന്നു. ഈ ഇന്ത്യയിൽ തൊഴിലാളികൾ, കർഷകർ, സാധാരണ മനുഷ്യരൊക്കെ ദയനീയമായ ജീവിത സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. ആ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിശാല അർത്ഥത്തിലൊരു ബഹുജൻ പൊളിറ്റിക്സ് രൂപപ്പെട്ടു വരും. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രതീക്ഷിച്ച് വരും. പ്രത്യേകിച്ച് പ്രാദേശിക കക്ഷികൾക്ക് അതിനകത്ത് വലിയ റോൾ എടുക്കാൻ കഴിയും. ഉത്തരേന്ത്യയിലടക്കം ലീഗിന് ചെയ്യാൻ കഴിയുന്ന, ലീഗ് ഇപ്പോൾ മലബാറിലും കേരളത്തിലും പരീക്ഷിക്കുന്ന ഈ രീതി കൂടുതൽ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് വളരെ ചലഞ്ചിങ് ആണത്. നമുക്ക് സംഘടനാപരമായ പരിമിതികളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് ആയുള്ള പ്രവർത്തകരുണ്ടല്ലോ, പ്രവർത്തകരെ ഒരു അസറ്റായിട്ട് കണ്ട് ലീഗ് അത്തരത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലടക്കം നമ്മൾ വളരെ ഇപ്പം മഹാരാഷ്ട്ര ഇലക്ഷനിൽ നമ്മൾ ജയിച്ച 4 കൗൺസിലർമാരിൽ ഒരാൾ ഒരു ദളിത് സ്ത്രീയാണ്. അതെ. അപ്പം അത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ലീഗ് അത് ചെയ്യുന്നുണ്ട്. ലീഗ് മാത്രമല്ല, എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇത്തരമുള്ളൊരു ഇപ്പം രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകളെല്ലാം ജാതി സെൻസസ്, സാമൂഹ്യ നീതി, ഇവിടുത്തെ ഇന്ത്യയിലെ OBCകളുടെ പ്രശ്നമൊക്കെ ഭാരത് ജോഡോ യാത്രയിലടക്കം അഡ്രസ്സ് ചെയ്താണ് പോയത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം, അതിൻ്റെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതെ. അപ്പോൾ അത് കൂടുതൽ മുൻനിർത്തി ആ മുദ്രാവാക്യം, ആ ഒരു ഫ്രട്ടേണിറ്റി മുന്നോട്ട് വെച്ച് പോയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി, നമ്മൾ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ ജയന്തി രാജൻ നമ്മോട് പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഭക്തി എനിക്ക് കൂടിയത്. അതെല്ലാം സത്യമാണ്. അതായത് ഇപ്പോൾ നിതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോൾ എത്തീസ്റ്റ് ആയിരുന്നോ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വന്നതിന് ശേഷം വിശ്വാസപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താ? ഞാൻ വളരെ എത്തീസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ വിശ്വാസിയാകുക എന്നുള്ളത് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങളോ താല്പര്യമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. ഞാൻ
ഞാൻ ദൈവവിശ്വാസി ആയിരുന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് സങ്കടകരമായ കാര്യം എന്ന് പറയുമ്പോൾ അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്ന് നമുക്ക് കുറി തൊട്ട് വരുമ്പം നമ്മൾ നൈസായിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ച് കളയായിരുന്നു. കാരണം നമുക്കതൊരു ഷെയിമായിരുന്നു. ആ. നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്തോ മോശക്കാരനായി പോകും എന്നൊരു ചിന്ത, ഒരു ആവശ്യമില്ലാത്ത ഉം. ദുരഭിമാനം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുടെ വീടുകളിലൊക്കെ പോയി താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ പോകുമ്പോൾ അവിടുത്തെ അമ്മമാർ ഞാൻ ദുആ ചെയ്യാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്, അത് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം, ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അവനും അവൻ്റെ ദൈവമായിട്ടുള്ളൊരു കണക്ഷനാണല്ലോ പ്രാർത്ഥന. അവർക്കിടയിൽ മറ്റാരുമില്ല. അപ്പം ഈ വിശ്വാസി വിശ്വസിക്കുന്നത് അവനും ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അവൻ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രസ്റ്റിലാണല്ലോ അവൻ കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും അവൻ്റെ ഇൻറ്റിമസി ആയിട്ടുള്ള സമയങ്ങളാണ് ആ ദൈവത്തോട് സംസാരിക്കുമ്പം ആ പ്രാർത്ഥനയിൽ നിതിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരിൽ കാണുന്നൊരു നൈർമല്യ, നിഷ്കളങ്കത, ഒരു സ്നേഹം വലിയ യുക്തിവാദികളിലോ ശാസ്ത്രവാദികളിലോ എത്തിസ്റ്റുകളിലോ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല വളരെ ക്രൂരന്മാരായ മനുഷ്യന്മാരായിട്ട് പലരെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എന്നെ വിശ്വാസിയാക്കാൻ പ്രധാന കാരണങ്ങളൊന്ന് ഇത്തരം കുടുംബങ്ങളിലുള്ള എൻ്റെ സന്ദർശനങ്ങളാണ്. അപ്പം തന്നെയല്ല, അവർ വിശ്വാസിയാണെങ്കിൽ അവർ അമിതമായി സ്നേഹിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തീസ്റ്റുകളെക്കാട്ടിൽ കൂടുതൽ സ്വീകാര്യത വിശ്വാസിയായ ഒരു മനുഷ്യനാണ് എന്നുള്ളത്. അപ്പം ഞാൻ ക്രമേണ പിന്നീട് അത് വിശ്വാസിയായതിനു ശേഷം ലീഗ് ആയതാണോ, ലീഗിന് ആയതിനു ശേഷം വിശ്വാസിയാണെന്ന് അറിയില്ല. അത് സമാന്തരമായി നടന്നൊരു പ്രോസസ്സാണ്. ഞാൻ വിശ്വാസിയാണ്, നല്ലൊരു വിശ്വാസി. ഞാനിപ്പോൾ ഇന്നലെയും പറയാൻ ഇനി ഒരു കോംപ്ലക്സിന്റെ കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഞാനിപ്പം മുസ്ലിം ലീഗിൽ നിന്നോട് ധൈര്യമായിട്ട് പറയാം. അടുത്ത കാലത്തൊക്കെ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്ന കുറിയൊക്കെ വിട്ട ഫോട്ടോ ഒക്കെ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയ. ഞാനിപ്പോൾ ധൈര്യത്തോടെ ഇടാൻ തുടങ്ങി. ഈ ശിവരാത്രി ആയിരുന്നു 2 ദിവസം ഞാൻ ഫാമിലിയായിട്ട് ക്ഷേത്ര ദർശനങ്ങളായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം പിന്നെ എൻ്റെ ദൈവസങ്കല്പം അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നതല്ല. എങ്കിലും ഞാൻ വിശ്വാസിയാണ്. ഞാൻ വിശ്വാസപരമായ യാത്രകളെ ഒക്കെ എൻ്റേതായ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് അതിനകത്തിപ്പോൾ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് മറ്റൊരാളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമുക്കൊരാളോട് പറയാം. നമ്മുടെ വെയിറ്റ് വേറൊരാളോട് ക്യാരി ചെയ്യുന്ന ഒരു ഫീൽ, ലൈറ്റ് വെയിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു.